വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഖാൻ മുഫ്തി കാന്തപുരം ഉസ്താദ് വളരെ വളരെ പഠനാർഹമായ ധാരാളം പഠന സമ്പത്തുകളാണ് നമ്മുടെ മുമ്പിൽ വിതറിയത്. മഹാനവരുടെ നേതൃത്വത്തിൽ ദീർഘകാലം ദീനീ ഖാദിമീങ്ങളായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ലോകത്ത് 800 കോടി ജനങ്ങൾ ജീവിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് 1499 വർഷം മുമ്പ് ജനിച്ച ഒരാളുടെ കംപ്ലീറ്റ് ചരിത്രം പറയാൻ, ജനിച്ച മാസം, ജനിച്ച ദിവസം, സമയം, വാപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, അങ്ങനെ 20 വാപ്പമാരുടെ പേര് പറയാൻ 1449 അല്ല, 1499 അല്ല, 1000 അല്ല, 500 അല്ല, 100 വർഷമല്ല. ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ വാപ്പമാർ ജനിച്ച സമയമോ അവരുടെ ആ ചരിത്ര പശ്ചാത്തലങ്ങൾ പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ടായിരിക്കും? ഇവിടെയാണ് ലോകത്ത് 200 കോടി മുസ്ലിമീങ്ങൾക്കും എല്ലാവരും പഠിക്കാൻ ഉദ്ദേശിച്ചാലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ചരിത്രങ്ങളും ലോകത്ത് നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതുപോലുള്ള വലിയ വലിയ മീലാദ് സമ്മേളനങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്തെല്ലാം പറഞ്ഞോ പ്രഖ്യാപിച്ചോ അതിലൊന്നുപോലും മങ്ങലേറ്റിട്ടില്ല. ഏതാനും ആഴ്ച ഇപ്പോൾ ലോകം വിലയിരുത്തപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകം കീഴടക്കുമെന്നാണ്. എന്നാൽ മരണത്തിന് യാതൊരു പ്രതിവിധിയുമില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് ലഭിക്കാനുള്ള പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്. ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് ലോകത്ത് നടക്കുന്ന ലോകത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ ഏറ്റവും നമ്പർ 1 യൂണിവേഴ്സിറ്റികളൊന്നായ അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി 1938 തൊട്ടിട്ട് 86 കൊല്ലം നീണ്ടു നിൽക്കുന്ന ദ ലോങ്ങസ്റ്റ് ഇൻ ദ വേൾഡ്, ലോകത്തെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ പഠനമെന്നാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് ജേണൽ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പല പഠനങ്ങളും നടക്കുന്നു. അത് 3 കൊല്ലം 4 കൊല്ലത്തെ പഠനമാണ്. ഇത് 1938 തൊട്ട് 86 കൊല്ലം നീണ്ടു നിൽക്കുന്ന പഠനമാണ്. അത് 8 ആളുകളെ 10 ആളുകൾ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ പഠനമെങ്കിൽ ഈ സ്റ്റഡി ഓൺ 3,09,000 പീപ്പിൾ ഫൗണ്ട് ദാറ്റ് 3,09,000 ആളുകളെ വെച്ചിട്ടാണ് ഈ പഠനം നടത്തിയത്. ഈ പഠനം കണ്ടെത്തുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പോസിറ്റീവ് റിലേഷൻഷിപ്പ് കീപ് us healthier, happier and help us live longer. നല്ല സൗഹൃദ ബന്ധങ്ങൾ, അല്ലലും മലട്ടലുമില്ലാത്ത, പ്രശ്നങ്ങളും പ്രയാസങ്ങളുമില്ലാത്ത, കച്ചറയും കുലുമാലുകളുമില്ലാത്ത, സ്നേഹവും ഐശ്വര്യപൂർണമായ ബന്ധം ഹാപ്പിയർ ആക്കുന്നു, ഹെൽത്തിയർ ആക്കുന്നു. എല്ലാ ലിവ് ലോങ്ങർ, ഹെൽപ്പ് us live longer, ദീർഘായുസ്സ് ലഭിക്കാൻ. എന്നാൽ ഇതേ ആശയം ഇതിനേക്കാൾ കൂടുതലായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൻ അഹബ്ബ അൻ യുബ്സത ഫി ദിസ്ഖി വഇൻസലഹു ഫി അഥരിഹി ഫല്യസിൽ റഹിമാ. എത്ര മനോഹരമായ പഠനമാണത്. ഈ പഠനത്തിൽ ഐശ്വര്യം വന്നിട്ടില്ല. അവിടെ മൻ അഹബ്ബ അൻ യുബ്സത ഫി ദിസ്ഖ്, ആരെങ്കിലും പക്ഷത്തിൽ വിശാലത, ഐശ്വര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ വഇൻസലഹു ഫി അഥരിഹി, ദീർഘായുസ്സ് ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ ആ സൗഹൃദ ബന്ധത്തിൻ്റെ തുടക്കം വേണ്ടത് ഫല്യസിൽ റഹീമ. കൂടുതൽ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാ, ഇൻ്റർനാഷണൽ മീലാദ് കോൺഫറൻസിന് 1001 വളണ്ടിയർമാർ രാമനാട്ടുകര തൊട്ട് ഇതുവരെ ട്രാഫിക്കുകൾ നിയന്ത്രിച്ച് അവർ ഈ ഗ്രൗണ്ട് കാണുന്നില്ല, ശബ്ദങ്ങൾ കേൾക്കുന്നില്ല. സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ 500 പതാക
കോഴിക്കോട് ടൗണിൽ നമ്മുടെ വളണ്ടിയർമാർ 2-3 ദിവസം വെച്ചിട്ട് വളരെ പെട്ടെന്ന് കൊല്ലങ്ങൾ അധ്വാനിച്ചുണ്ടാകുന്ന മഹാസമ്മേളനം, അൽഹംദുലില്ലാഹ് നമ്മുടെ വളണ്ടിയർമാർ ഇതെല്ലാം മഹാനായ ശൈഖുനാ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅ ആ തണലിൽ എന്തും നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജമാണ്. അവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് ഇത്രയും നല്ല സൗകര്യപ്രദമായ ഈ ഓഡിറ്റോറിയം പ്രിയപ്പെട്ട മർഹൂം മുഹമ്മദ് അലി ഹാജിയുടെ പേരിൽ അവരുടെ മക്കൾ പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബും ഫൈസൽ സാഹിബും അതെല്ലാ വർഷവും ഒരു ദിവസം നമുക്ക് നൽകുന്നത് സത്യത്തിൽ മരിച്ചുപോയൊരു ഉപ്പാക്ക് വേണ്ടി ഇത്രയും ആളുകൾ ഒരുമിച്ചുകൂടി ഇത്രയും സാധാത്തുക്കളുടെയും ഇത്രയും ഉലമാക്കളുടെയും മഹത്തുക്കളുടെയും പ്രാർത്ഥന ലഭിക്കുന്ന ഒരു സദസ്സ് 10,000 ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ചാൽ നടക്കാവുന്ന ഒന്നല്ലല്ലോ. ആ മുഹമ്മദ് അലി ഹാജി മർഹൂം മഹാഭാഗ്യവാനാണ്. റബ്ബേ അവരുടെ ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. എൻ്റെ വന്യരായ പിതാവ് അസി അഹമ്മദുൽ ബുഖാരി എന്നവർ 37 വർഷം മുമ്പ് 38 വർഷം മുമ്പ് ഇതുപോലെ റബീഉൽ അവ്വൽ അവസാനത്തെ വ്യാഴാഴ്ചയാണ് ആ മരിക്കുന്ന 12 മണിക്കൂറിനുള്ളിൽ 4 മൗലിദിൻ്റെ മജീസ് അൽ ഇൻസാനു യമ്മൂതലമായ ഐഷു അലൈഹി കടലുണ്ടി പള്ളിയിൽ ഒരു മൗലിദിൻ്റെ മജ്ലിസ്, അത് കഴിഞ്ഞ് കടലുണ്ടി താജുൽ ഫലാഹ് മദ്രസയിലൊന്ന്, അത് കഴിഞ്ഞ് വീട്ടിൽ, അത് കഴിഞ്ഞ് ചാലിയം ജുമാഅത്ത് പള്ളിയിൽ അവരുടെ ആണ്ടിൻ്റെ ദിവസവും കൂടി റബ്ബ് അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. മഹാനായ താജുൽ ഉലമാ സി അബ്ദുറഹ്മാൻ അൽ ബുഖാരി നമുക്ക് 1/2 നൂറ്റാണ്ടിലേറെ നേതൃത്വം നൽകിയ പകരക്കാരില്ലാത്ത മഹാപണ്ഡിത പ്രതിഭ സാദാത്തുക്കൾ അജയ്യ നേതൃത്വം അവരുടെ 11ാമത്തെ ഹുറൂസ് ഇൻഷാ അല്ലാഹ് വരുന്ന ഒക്ടോബർ 4, 5, 6 തീയതികളിൽ വളരെ വിപുലമായി നടത്തേണ്ടതുണ്ട്. എല്ലാവരും സഹകരിക്കുക ഇൻഷാ അല്ലാഹ്. ഈ ഫുജൈറ സംഘം മൗലിദ് ഇൻഷാ അല്ലാഹ് നാളെ സ്വലാത്ത് നഗറിൽ നടക്കുന്നു എന്നുകൂടി നിങ്ങൾ അറിയിച്ച് ഇൻഷാ അല്ലാഹ് വർഷങ്ങളോളം ഈ വിരുന്നിൽ സംബന്ധിച്ച് അവിടെ തുർക്കിക്കാരുടെ മൗലിദ്, ഒമാൻകാരുടെ മൗലിദ്, ഇങ്ങനെ പലരുടെയും മൗലിദ് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ നോളേജ് സിറ്റിയിൽ ജുമാക്ക് ശേഷം നമുക്കിതൊക്കെ കാണാത്തവർക്ക് കാണിച്ചു കൊടുക്കാൻ, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സൗകര്യം ചെയ്യുന്ന മഹാനായ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅ ആ തൽ ദീർഘകാലം ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.